ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭയങ്കരമായ ആള്. ഞാനും എന്റെ വസ്ത്രം എല്ലാം അയച്ച് എന്റെ കാലിലൊക്കെ ഇടുന്നു. അയ്യോ, അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സീനാവും ഇത് പോയില്ലെങ്കി. എന്താവോ എന്തോ. കാലിലൊക്കെ അതേ തേച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഫുള്ള് റെഡി. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ കൊള്ളാം. എന്തായാലും എന്റെ കാലിന്റെ കളറൊക്കെ നോക്കി. ഇങ്ങനെയാണ് വളയും ഇതും. അവരിത് വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നടിയും കൊണ്ട് വരുന്നുണ്ട്. അല്ലാതെ ഇനി ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് തെറി പറയാനും ഇതാക്കാനൊക്കെ വരും. ചേടാ, അവളെ ശരിക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ. അതിനെന്താ, അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. വിളിക്കലെല്ലാം ഇതാണ്. അപ്പൊ അതിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. എന്റെ അമ്മ സമ്മതിക്കണം. ഇത് കൺകുളിർക്കെ കണ്ടോളൂ. ഇട്ടിട്ടാണ് അവര് കിടന്നുറങ്ങുന്നതും നോർമലി പുറത്തു കൂടെ നടക്കുന്നതും. ഇവിടെ ജീവിക്കുന്നൊക്കെ അങ്ങനെ നല്ല വെയിലടിക്കുന്നുണ്ട്. ഡെസേർട്ട് ആണ്. ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പുറകിൽ നോക്കി, നൈസ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നോക്ക്, ഇതെല്ലാം പശുവിന്റെ ഒറിജിനൽ ആയിട്ടുള്ള തൊലിയാണ്. നേരെ തുണി കൊടുത്ത് നടക്കുവോ, ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും. ഇതാണ് അവരുടെ വസ്ത്രം. കണ്ടോ, സൈഡെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പൊ എന്റെ മുഖത്തും ശരീരത്തിലും എല്ലാം അവരിങ്ങനെ എന്താ പറയാ, ഫുള്ളിങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തില് ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരും. അതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ നോക്കട്ടെ. ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? കാണാനായിട്ട് നല്ല രസമുണ്ട്. ഒരു വേറെ ഏതോ ലോകത്ത് പോയ ഒരു ഫീൽ ഉണ്ട്. ഇതൊക്കെ എന്തായി? അഴിച്ചു തുടങ്ങി. അതെ, നടക്കാൻ ഈ മുടി ഉണ്ടല്ലോ, ഈ സാധനം ഇത് തന്നെ നല്ല വെയിറ്റ് ആണ്. കൊള്ളാം. തന്നെ ഇട്ടിങ്ങനെ നടക്കണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ. ഓ, സമ്മതിച്ച്. ഇവരൊന്നും പറയാനില്ല. ഈ കണ്ടീഷനിൽ എനിക്കും ആലോചിക്കുന്നത്, ഈ ഡ്രസ്സൊക്കെ ഞാൻ അയച്ചാലും ഈ കളറ് പോണെങ്കിൽ കുളിക്കണം. ഇവിടെ ആരും കുളിക്കൂല. ഞാൻ വരണോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അവര് ഈ കളറിലാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഞാന് എന്റെ വെറ്റ് വൈപ്സ് ഉണ്ട്. ഞാൻ നോക്കട്ടെ. അവര് ഡ്രസ് അഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ആ വെറ്റ് വൈപ്സ് വെച്ച് റിമൂവ് ചെയ്യണം ഫുള്ള്. എന്നാലും കുറച്ച് വെറ്റ് വൈപ്സ് ഉള്ളു, അത് തീർന്നു പോകും. മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോയി ലിഫ്റ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല. ടെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത്. ഇവൻ എപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വായിച്ചുകൊണ്ടിരിക്കും. നല്ല വെയിലുണ്ട്. ഞാൻ കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ട്. നല്ല രീതിയില് കത്തിപ്പോവെന്തോ. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല തൂവൽ. പക്ഷികളെ തൂവലല്ലേ പൊഴിക്കുന്നത്. എന്റെ ശരീരമൊക്കെ അത്രയ്ക്ക് ചൂടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. എനിക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല. തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കട്ടെ. ഇത് കിളികൾ കുളിക്കുന്ന സീസണാണ്. ആ രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഞാനിത് പോയിട്ട് ഡ്രസ്സൊക്കെ അയച്ചു കേട്ടെ. നല്ല വെയിറ്റും ഉണ്ട്.